ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ 6 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ ചാർന്നൊക്കെ ഉണ്ട്, എല്ലാവരും എണീക്കണുള്ളൂ. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കണം, ഫ്രഷ് ആവണം. അപ്പോൾ ആ പരിപാടിക്ക് പോവാല്ലേ. കട്ടൻ ഇതാണൊന്ന് വിരിച്ചുപിടിച്ചേ. ഇതാണ് മുച്ചിലെ ഡ്രസ്സ് കേട്ടോ. എങ്ങനെ പലസല്ലേ കാണാൻ. മമ്മു നോക്കട്ടെ മുനെ. മമ്മു തുമ്മാ വന്നില്ലേ, ചാറ്റ് കൊടുക്കൂ. ഇറങ്ങണ സമയത്ത് അത്യാവശ്യം കാര്യമായിട്ടില്ല, എന്നാലും മഴ ഉണ്ട് കേട്ടോ. ഇപ്പം റെഡിയായി. നമ്മൾ ഈ കാറിലാണ് പോകുന്നത്. അപ്പോൾ സംഭവം നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ചാനൽ ആദ്യമൊക്കെ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുക. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരം വൈകിയിട്ടുണ്ട്. 7 മണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 7:45 കഴിഞ്ഞ് ഇറങ്ങിയപ്പോട്ടാ. അപ്പോൾ രാവിലെ നമ്മൾ ചായക്കടി ഒന്നും ഉണ്ടാക്കി കഴിക്കുകയൊന്നും ചെയ്തില്ല. ഒരു കട്ടൻ രാവിലെ കുടിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു സംഭവം ഉണ്ട്, വണ്ടിയിൽ ലോങ് ഇരുന്ന് പോകുമ്പോൾ ഒന്നും കഴിക്കാണ്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് കയറിയിട്ട് ഭയങ്കര പ്രശ്നമാണ്, പക്വേനൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ കാവിൽ നിന്ന് വടയും പരിപ്പോടിയും ഒരു കുപ്പി വെള്ളവും മേടിച്ച് വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിച്ച് പതുക്കാണ്ട് പോവാലോ. അപ്പോൾ ഏതാണ്ട് നമ്മൾ മതിലൊക്കെ എത്തിയിട്ടുണ്ട്. മമ്മൂനെ ഫ്രണ്ടിൽ സീറ്റിൽ ഇരുത്തി സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഉറങ്ങുമോന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, പക്ഷെ മമ്മ കുഴപ്പമുണ്ടായില്ല. അപ്പം ഉമ്മച്ചും മുത്തും പരിപ്പോട കഴിച്ച് ഞാൻ വടയും കഴിച്ചു. ഹെയറടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് 1 മണിക്കൂർ. അയ്യോ മമ്മു സസ്പെൻസ് പൊളിച്ചാ. നമ്മ പറഞ്ഞിട്ടുണ്ടായില്ല, പറയണ്ടിപ്പേ. നമ്മൾ അയറടിക്കാൻ വേണ്ടി വന്നേക്കണ്. അയറടിക്കാൻ വന്നേക്കണല്ല, പോണല്ല അയറടിക്കാൻ. ഇതുവരെയായിട്ട് ഉമ്മച്ചില്ല പരിപ്പട കഴിഞ്ഞിട്ടില്ലെന്നാണ്. എൻ്റെ എത്ര നേരം അറിയാം കഴിഞ്ഞിട്ട്. അപ്പ വെയിറ്റിങ്ങണ്. മഴ ഉണ്ട്, നല്ല മഴക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നല്ല സ്പീഡിലാണ് പോകുന്നത്, അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. കാരണം നല്ല ലേറ്റായി 9:20 വാപ്സ് ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. നൈസായിട്ട് എന്നെ കളിയാക്കിയതാണ് ഇപ്പം നേരെ കേട്ടത്. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്, എയർപോർട്ടിലെത്തി. ഇനിയിപ്പോൾ അവൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ഇനി നമ്മൾ വാപ്പസ് വന്നതിന് ശേഷം വിളിക്കുമ്പോൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കാര്യമായിട്ട് അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ വേഗം പോയിട്ട് ഡിസ്പ്ലേയുടെ അവിടേക്കാണ് പോയത്. കാരണം എത്തിയോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കൺഫേം ആയിട്ടുള്ളൂ. എന്തായാലും വാപ്പസ് ലേറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ആകെ കൂടി എന്തൊക്കെയോ രസസ്ഥ പോലെ. ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് നടക്കുമ്പോണ്ട് അവനക്ക് മേലെ പോകണം. അവന് എസ്കലേറ്റർ പോയേ തീരുള്ളൂ. അപ്പം ഞാൻ പറയുമ്പോൾ അതല്ല വഴി, നമുക്ക് ഇതിലേനോ പോകണ്ടേ. അങ്ങനെ നമ്മൾ ഫ്രഷൊക്കെ ആയി തിരിച്ചു വരാൻ വേണ്ടി നിൽക്കണ്. എപ്പോഴെങ്കിലും അറൈവ് ആവണേ എന്നുള്ളൊരു ഇതുണ്ട്. കാരണം നമുക്ക് കുറേ നേരം നിന്ന് കാലയഴക്കല്ലേ. നമ്മൾ ഓൾറെഡി നേരം വൈകി നന്നായിപ്പോയി. കാരണം നമ്മൾ അത്രയും ധൃതിയിലാണ് പോകുന്നത്. ഇവിടെ വന്ന് വീണ്ടും ഞാൻ ഡിസ്പ്ലേ നോക്കിയപ്പോൾ കൺഫേം എന്നുള്ളൂ ദോഹയിൽ കാണിക്കണത്, അറൈവ് ആയിട്ടില്ല. അപ്പോൾ ഇനിയും നമ്മളൊരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. കുറച്ചു നേരമൊക്കെ ഇവിടെ നിന്നപ്പോൾ മമ്മൂന് വിശക്കാൻ തുടങ്ങിയിട്ട്. മമ്മും വെച്ചും നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ ഇപ്പുറത്തെ ഒരു സൈഡിലാണ് നിൽക്കണത് കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് മേലയിലേക്ക് നമുക്ക് എന്തെങ്കിലും മേടിക്കാന്ന് വിചാരിച്ച്. അവിടെയൊക്കെ ചോദിച്ചപ്പോൾ മേലയിൽ ഒരു കഫേ ഉണ്ട്, ആ കഫേ മാത്രമേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് തൊട്ടടുത്തൊന്നും ഇല്ല. പിന്നെ പുറത്തേക്ക് പോകണം. അപ്പോൾ പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ നടക്കുകയില്ല. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു കഫേ ഉണ്ട്, ഒരു ചെറിയ കഫേ. ആരും കാര്യമായിട്ടൊന്നും ഇല്ല. എന്തായാലും വേണ്ടില്ല, ലൈസാണ് എന്നോട് പറഞ്ഞു വിട്ടേക്കുന്നത് കേട്ടോ. ലൈസ് ഉണ്ടാവോ എന്നുള്ളൊരു സംശയത്തോടു കൂടി അവിടേക്ക് പോകണം. ഈ കഫേയിൽ ലൈസ് ഇല്ല, ബാക്കിയുള്ള കുറേ കട്ട്ലേറ്റ്, സമൂസ, ചായ, കാപ്പി ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് നേരെ പോയി ചോദിക്കുന്നത് ലൈസ് ഇല്ല അല്ലേ തോന്നുന്നേന്ന് പറയുന്നു. ഒരു ലൈസ് ഇല്ലാന്ന് പറഞ്ഞു. ചായക്ക് ചോദിച്ചപ്പോൾ 30 രൂപ, കാപ്പിക്ക് 50 രൂപ. ഞാൻ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ടാ. അങ്ങനെ നമ്മൾ നേരെ അടിയിൽ ചെന്നപ്പോൾ മമ്മൂന് കൂടിയേ തീരൂ, എന്തെങ്കിലും കഴിച്ചേ പറ്റുമെന്നായിട്ടാ. മമ്മൂനായിട്ട് വീണ്ടും ഞാൻ മേലെ പോയിട്ട് നല്ല പഫ്ക്കി പോലത്തെ സംഭവമില്ല, അത് മേടിച്ച് ഇങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേനും സംഭവം മനസ്സിലായില്ല. ഞങ്ങൾ മേലെ നിന്ന് വരുമ്പോഴത്തേനും വാവച്ചിയുടെ വരവൊക്കെ കഴിഞ്ഞു. സംഭവം ആ ഡിസ്പ്ലേക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. സലാമലൈക്കും.
സംഭവം ഒന്നില്ലെങ്കിൽ ഡിസ്പ്ലൊക്കെ തെറ്റി പറ്റി അല്ലെങ്കിൽ എനിക്ക് തെറ്റി പറ്റിയാണ്. എന്തായാലും വേണ്ടിയിട്ട് വാപ്പച്ചി വന്നല്ലോ. അങ്ങനെ ഇപ്പോൾ ദേ മുത്തുവിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്. മുത്തു വന്ന് ഇനിയിപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളും കയറ്റി പോകണം. എനിക്ക് ഓൾറെഡി ഈ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നേക്കാളും ഇഷ്ടം ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണേണ്ടാ. സംഭവം എനിക്ക് ആദ്യം ബാക്കിൽ ഇരിക്കണായിരുന്നു ഇഷ്ടം, പിന്നെ ഫ്രണ്ടിൽ. ഇനിയിപ്പോൾ ഒരു സംഭവ ബഹുല നടക്കുന്നു. അതായത് വാപ്പച്ചി ഗ്ലാസ് എവിടെയോ വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ വാപ്പച്ചിനെ അവളെ നമ്മൾ വീണ്ടും തിരിച്ച് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് പോകണം കേട്ടോ. അവിടെ അധികം നേരം കിടക്കാൻ പറ്റത്തില്ലല്ലോ. സംഭവം ഞാനും മുത്തും അവൻ്റെ പഫ്ക്ക് ഇരുന്ന് ഇങ്ങനെ തിന്നോണ്ടിരിക്കുന്നു. നിങ്ങളെ വായക്കും ഒരു സുഖമില്ല. ഇത് കഴിച്ചപ്പോൾ ഒരു രസം, ഒരു പുളിയും ഇതൊക്കെ വന്നപ്പോൾ എന്തായാലും വാപ്പച്ചി വിളിക്കണ വരെ നമുക്ക് പുറത്ത് കിടന്നേ പറ്റുള്ളൂ. സംഭവം നമുക്ക് കിടക്കണ്ടായിരുന്നു, കാരണം അവിടെ 10 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ കിടക്കണേന് 100 രൂപയാണ്. നമ്മൾ പുറത്തേക്ക് എത്തിയപ്പോൾ അത് 14 മിനിറ്റായി. നമുക്ക് ആ 100 രൂപ വെറുതെ എനിക്കൊരു നഷ്ടം പോലെ തോന്നി. നമുക്ക് അവിടെ കിടന്നാൽ മതിയായിരുന്നു. അങ്ങനെ ദേ വാപ്പച്ചിയുടെ കണ്ണാട കിട്ടിയിട്ടില്ല. നമ്മൾ കസ്റ്റമർ കെയറിൽ ജസ്റ്റ് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോരുന്നുണ്ടാ. നല്ല ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യണൊക്കെ സംഭവങ്ങളൊക്കെ കണ്ട് നമ്മളവിടെ ഇങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടെ ഉള്ളവർക്കൊന്നും ഇതൊന്നും ഒരു സംഭവമല്ല. അങ്ങനെ ഇപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ എസ്എംപുരം എത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ ജസ്റ്റ് ഇടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്നിട്ടാ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയല്ലേ. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. സാമ്പാറും അവിയലല്ലല്ലോ, ബീട്രൂട്ടും കച്ചമ്പറും പിന്നെ ഒരു കുമ്പളങ്ങക്കറി, ചമ്മന്തി, പിന്നെ എക്സ്ട്രാ നമ്മൾ മീൻ പൊരിച്ചത്, കൊഴുവ ഒഴിച്ചിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത, മീൻ കറിക്ക് മീൻ കഷ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ലൊരു ഇതായി തോന്നി. മോരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ പുതിയകാവ് കഴിഞ്ഞ് നമ്മളെ വീട് അങ്ങനെ എത്താറായിരിക്കുന്നു. വാപ്പച്ചി 2 കൊല്ലത്തിന് ശേഷം വന്നേക്കണോണ്ട് തന്നെ റോഡ് പണി കാര്യങ്ങളും നടക്കണോണ്ട് തന്നെ നല്ല വഴിയൊന്നും അങ്ങനെ മനസ്സിലാവണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ വാപ്പച്ചിനൊക്കെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് നേരം കിടന്നുറങ്ങണം. ഇന്നലെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ കിടന്നുറങ്ങട്ടെ. ചായയും ഈ ഒരു സാധനം, ഇതിൻ്റെ പേര് വേറെന്തോ ഒരു പേരാണ്. ഞാൻ ആ കിടപ്പ് കിടന്നിട്ട് പിന്നെ ഒരു 5 മണിക്കായപ്പോൾ എണീറ്റ് കേട്ടോ. അപ്പോൾ ചായയും പിന്നെ ഈ ഷുഗറുള്ള ഒരു കഴിക്കുന്ന ഒരു സംഭവമാണ്, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അത് കഴിച്ചപ്പോൾ ഇന്ന് ഉമ്മച്ചി ചിക്കൻ കറിയും പിന്നെ ഇത് കക്കറച്ചിയും ഉണ്ടാക്കണം വൈകുന്നേരത്തിന് വേണ്ടി. സാധാ ചോറ് മതി എന്ന് ഉറച്ച് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വീഡിയോ അതിൻ്റെ പേയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.